ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, സ്നേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന അദൃശ്യ നിയന്ത്രണം. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ചില വാക്കുകൾ കേട്ടിട്ടുണ്ടാകും. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും, എന്നെ വിട്ടുപോയാൽ ഞാൻ ജീവിക്കില്ല, നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തു, ഇതാണോ നീ എനിക്ക് തിരിച്ചു തരുന്നത്? ആദ്യ കാഴ്ചയിൽ ഇവ സ്നേഹത്തിൻ്റെ ഭാഷ പോലെ തോന്നാം, പക്ഷേ പലപ്പോഴും ഇവ സ്നേഹത്തിൻ്റെ ഭാഷയല്ല. അത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്നറിയപ്പെടുന്ന ഒരു മാനസിക നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്താണ്, ആളുകൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു, അത് എങ്ങനെ തിരിച്ചറിയാം, അതിൽ നിന്ന് സ്വയം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ? ഒരാളുടെ വികാരങ്ങളെ ഉപയോഗിച്ച് മറ്റൊരാളെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ നിർബന്ധിക്കുന്ന രീതിയെയാണ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ആയുധങ്ങളോ ഭീഷണിയോ അക്രമമോ അല്ല, പകരം ഉപയോഗിക്കുന്നത് കുറ്റബോധം, പേടി, സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയം, കരുണ, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ്. അതുകൊണ്ടാണ് ഇത് അപകടകാരിയാകുന്നത്. കാരണം പലപ്പോഴും ഇരയാകുന്ന വ്യക്തി താൻ ചതിക്കപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. ഇമോഷണൽ ബ്ലാക്ക്മെയിലിൻ്റെ ചില ലക്ഷണങ്ങൾ: ഒരാൾ സ്ഥിരമായി നിങ്ങളെ കുറ്റബോധത്തിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളെ മാനസികമായി ശിക്ഷിക്കുന്നുണ്ടോ? സംസാരിക്കാതെ മിണ്ടാതിരിക്കുക, സ്നേഹം പിൻവലിക്കുക, കരയുക, ഭീഷണിപ്പെടുത്തുക, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിൻ്റെ സൂചനയായിരിക്കാം. ആളുകൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? എല്ലാവരും ദുഷ്ടരായതുകൊണ്ടല്ല, ചിലർ ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് ഇത്തരം പെരുമാറ്റം പഠിച്ചവരാണ്. ചിലർക്ക് ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയമുണ്ട്, ചിലർക്ക് നിയന്ത്രണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, മറ്റു ചിലർക്ക് സ്വന്തം ആവശ്യങ്ങൾ തുറന്നു പറയാൻ അറിയില്ല, അതിനാൽ വികാരങ്ങളെ ആയുധമാക്കുന്നു. എന്നാൽ കാരണം എന്തു തന്നെയായാലും അത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അത് ആരോഗ്യകരമായ ബന്ധമല്ല. ഇമോഷണൽ ബ്ലാക്ക്മെയിലിൻ്റെ 4 ഘട്ടങ്ങൾ: ഒന്നാമത്, ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്, നിങ്ങൾ അത് നിരസിച്ചാൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു. മൂന്നാമത്തേത്, കുറ്റബോധമോ ഭയമോ സൃഷ്ടിക്കുന്നു. അവസാനം, നിങ്ങൾ വഴങ്ങുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പവഴിയെന്ന് അവർ മനസ്സിലാക്കും. ബന്ധങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ: ഇമോഷണൽ ബ്ലാക്ക്മെയിൽ വിശ്വാസത്തെ തകർക്കുന്നു, ആത്മവിശ്വാസം കുറയുന്നു, എപ്പോഴും കുറ്റബോധം അനുഭവപ്പെടുന്നു, സ്വന്തം അഭിപ്രായം പറയാൻ ഭയം തോന്നുന്നു,
പതുക്കെ പതുക്കെ സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെടാം. പുറമേ ബന്ധം നിലനിൽക്കുന്നത് പോലെ തോന്നിയാലും ഉള്ളിൽ സന്തോഷമില്ലാതാകും. എങ്ങനെ പ്രതികരിക്കാം? ആദ്യമായി ഇത് തിരിച്ചറിയുക. ഇല്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ആരെങ്കിലും നിങ്ങളെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ശാന്തമായി നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. വികാരങ്ങൾക്ക് ബഹുമാനം നൽകുക, പക്ഷേ വികാരങ്ങളുടെ പേരിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കരുത്. ആവശ്യമെങ്കിൽ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുക. ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ അടയാളങ്ങൾ. യഥാർത്ഥ സ്നേഹം ഭയപ്പെടുത്തുകയല്ല. യഥാർത്ഥ ബഹുമാനം കുറ്റബോധം സൃഷ്ടിക്കുകയല്ല. യഥാർത്ഥ ബന്ധം സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കും. പരസ്പരം സംസാരിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. ജീവിതപാഠം. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം നിങ്ങളെ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്നേഹം നിയന്ത്രണമല്ല, സ്നേഹം ഭീഷണിയല്ല, സ്നേഹം ഒരു ഇടപാടുമല്ല. സ്നേഹം വിശ്വാസമാണ്, ബഹുമാനമാണ്, പരസ്പര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് ഇമോഷണൽ ഇൻഫർമേഷൻ പലപ്പോഴും ശബ്ദമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് സ്നേഹത്തിൻ്റെ മുഖംമൂടി ധരിച്ചിരിക്കാം. പക്ഷേ യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുകയോ കുറ്റബോധത്തിലാക്കുകയോ നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ മനസ്സിന് വില കൊടുക്കൂ, നിങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കൂ, ബഹുമാനമുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കൂ. കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്നവരല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളായിരിക്കാൻ അനുവദിക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.